ബ്രഹ്മം എന്നാൽ എന്ത്? കേൾക്കുന്നവരാരും ഞെട്ടേണ്ട കാര്യമില്ല. ബ്രഹ്മമല്ലാതെ ഇവിടെ ഒന്നും ഇല്ല. എല്ലാം ബ്രഹ്മത്തിന്റെ ഭാഗം ആണ്. ഒരു ഗുരു അങ്ങനെ പറഞ്ഞു, ബ്രഹ്മമല്ലാതെ ഒന്നുമില്ല, ഞാനും നീയൊക്കെ ബ്രഹ്മ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ആന വരുമ്പോ നേരെ ഇതിന് ചെന്നു. ആന ബ്രഹ്മാണ്, ഞാനും ബ്രഹ്മാണ്. ആനക്കാരൻ പറഞ്ഞു വഴി മാറ് എന്ന് പറഞ്ഞു. വഴി മാറി, ഇതൊക്കെ ബ്രഹ്മാണ് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഗുരു തെറ്റായൊരു കാര്യം പറയില്ല. ആന തുമ്പിക്കൈയിനെടുത്ത് ഏറ് കൊടുത്തു. ആശുപത്രിയിലായി. ഗുരു കാണാൻ വന്നു. ഗുരു അല്ലേ പറഞ്ഞ് ആനയും ബ്രഹ്മാണ്, ഞാനും ബ്രഹ്മാണെന്ന്. ഗുരു പറഞ്ഞു, ഞാൻ ആന മാത്രല്ല, ആനക്കാരൻ വഴി മാറാൻ പറഞ്ഞില്ലേ, ആനക്കാരനും ബ്രഹ്മാണ്. ബ്രഹ്മമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ആ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് നാമവും രൂപവും. നാമരൂപങ്ങൾക്ക് പ്രാധാന്യം ഉണ്ട്. ആദ്യമുണ്ടായത് നാമമാണ്, പിന്നെയാണ് രൂപം ഉണ്ടായത്. അതെങ്ങനെ ആദ്യം? എവിടെ ആദ്യം നാമം ഉണ്ടായത്? ഗേറ്റ് കടന്നു, ഒരാള് വരണു. ഒരാള് വരുന്ന അതൊരാളാണ്, ഒരു മനുഷ്യനാണ്, അയാൾക്കൊരു പേരുണ്ടാവും. ഇതാണ് നാമം. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞാൻ ശങ്കരൻകുട്ടിയാണ്. ശങ്കരൻകുട്ടി എന്നുള്ള നാമം ആദ്യം ഉണ്ടായിട്ടുണ്ട്, പിന്നെ രൂപം ഉണ്ടായിരുന്നു. ഏത് കാര്യത്തിലും നാമം എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റിൽ, ഒരു പേര് എന്നുള്ള അർത്ഥമല്ല നാമം. ഒരു നാമം ഉണ്ടായി. ഇരുട്ടത്തുനിന്ന് ഏതോ രൂപം വരണു, ഏതോ രൂപം എന്നുള്ള ഏതോ രൂപം, അതിനൊരു നാമം ഉണ്ടായി. നാമമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്, ബാക്കി രൂപമാണ്. ഈ നാമരൂപങ്ങൾ കോടാനകൂടി ഉണ്ട്, ഒന്നും രണ്ടും ഒന്നല്ല. ജീവിതം എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങളെ കൊണ്ടൊരു കളിയാണ്. ഇത് സംസാരിക്കുന്നത് പി ആർ നാഥനാണ്. ധന്യമേ ജീവിതം എന്നാണ് ഇതിന്റെ പേര്. കേൾക്കുന്ന ഞാൻ, എൻ്റെ പേര് ശേഖരൻ എന്നാണ്. ഇത് മുഴുവൻ കാണുന്നത് മുഴുവൻ നാമരൂപങ്ങൾ. ആദ്യം നമ്മൾ നാമം കേട്ടു. ഈ ചെടിയുടെ പേരെന്താ നമ്മൾ ചോദിച്ചു നോക്കിയ, അപ്പോഴും നാമം ആദ്യം ഉണ്ടായിട്ടുണ്ട്. ഈ ചെടി, ഇതിന് എന്തോ ഒരു പേരുണ്ട്, നമ്മളെ ഏതോ ഒരു പേരിട്ടുണ്ട്. ഈ ചെടി എന്നാണല്ലോ പറഞ്ഞത്. അതിനെന്താണ് പേര്? രാമനാമ പച്ച എന്നാണ് പേര്. എന്താണ്? നാമം ജപിക്കുന്ന ചെടിയാണ്, ശബ്ദമുണ്ടാക്കുന്ന ചെടിയാണ്. അങ്ങനെയാണല്ലോ. പ്രപഞ്ചം നാമരൂപങ്ങളായതുകൊണ്ട് ആ നാമരൂപങ്ങളെ കൊണ്ടുള്ള ഒരു കളിയാണ്. ഈ കളിയാണ് ജീവിതം. ആ കളിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഥകൾ എന്നത്. എല്ലാവർക്കും കഥകൾ ഇഷ്ടമാണ്. കാരണം കഥയിൽ നാമവും രൂപവും ആണ്. കുട്ടികൾക്ക് കഥ കേൾക്കാൻ എന്തൊരു ഇഷ്ടമാണ് എന്ന് പറയാൻ കഴിയില്ല. അമ്മയുടെ അമ്മയെ, മുത്തശ്ശിയെ ഞാൻ വളരെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മമ്മ, ഒരു മുത്തശ്ശി എന്നാ വിളിക്കുക, ഒരു കഥ പറയൂ. ഇത് ഇന്നലെ കേട്ടതല്ലേ എന്ന് അറിയാതെ പറഞ്ഞു പോകും. എങ്ങട്ടാ കഥ മാറ്റി പറയാ? ഒക്കേറ്റിലും ഉണ്ടാവും, രാജാവും ഉണ്ടാവും, മന്ത്രി ഉണ്ടാവും, വാളും ഉണ്ടാവും. ലോകം കഥകളാണ്.
കഥ പറയാൻ അറിയാത്തവർ ഒരു സ്ത്രീക്ക് അമ്മയാവാൻ യോഗ്യതയില്ല. ആചാര്യന്മാർ പറഞ്ഞതാണ്. ഒരു സ്ത്രീക്ക് കഥ പറയാൻ അറിയില്ലെങ്കിൽ അമ്മയാവാൻ യോഗ്യത ഇല്ല. ഒക്കെ കഥയല്ലേ. അയാളിപ്പോ എവിടെയായി? സിംഗപ്പൂർക്ക് പോയി, എന്നിട്ടോ മടങ്ങി വന്നു, എന്നിട്ടോ ഇപ്പൊ ഈയിടെ കല്യാണം കഴിച്ചു. കഥയല്ലേ. വേറെ ആള്, ഇതാരാ? ഭാര്യയാണ്. അപ്പൊ മുഖത്ത് ആദ്യം കണ്ട ഭാര്യ അതല്ല, ഭാര്യ മരിച്ചുപോയി, രണ്ടാമത് കല്യാണം കഴിച്ചു. സിനിമയിൽ മാത്രമല്ല കഥ, ജീവിതം എന്നത് കഥ ആണ്. എനിക്ക് കഥ കേൾക്കാൻ ഇഷ്ടമാണ്, പറയാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ കഥകൾ ഇത്രയും എഴുതിയത്. ആയിരക്കണക്കിന് ചെറുകഥയും നോവലൊക്കെ എഴുതാനുള്ള കാരണം കഥയോടുള്ള താല്പര്യമാണ്. അതേ സമയത്ത് കഥ പറയാൻ അറിയാത്തവർ അമ്മയാവാൻ യോഗ്യത ഇല്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. നമുക്കൊക്കെ കഥ പറയാൻ അറിയണം. അമ്മ ഒരിടത്തിരിക്കണു, മകൻ കയറി വന്നു. അമ്മ അവിടെ മറ്റാൾ പോയിട്ട് എന്തുണ്ടായി? അപ്പൊ അവിടെ ഒരു കഥ പറച്ചിൽ നടക്കുന്നുണ്ട്. ഭാസ്കരേട്ടൻ പോയിട്ട് വന്നോ? എന്തേ ഭാസ്കരേട്ടൻ പറഞ്ഞു? അമ്മ അത് പറഞ്ഞു കൊടുക്കണം. കഥ പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകം ആണ്. കഥ പറയൽ, അത് പറയാൻ അറിയണം. കഥാരൂപത്തിൽ ഇങ്ങനെ അറിയണം. എനിക്ക് സാഹിത്യമൊന്നും അറിയില്ല, അതല്ല കാര്യം. എല്ലാവരും കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും എല്ലായ്പ്പോഴും കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു കഥയ്ക്ക് വേണ്ടുന്ന ചേരുവ അതിലുണ്ട്. നുണ പറയണമെന്നല്ല. പറയാൻ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ചിലവരോട് ചില കാര്യങ്ങൾ ചോദിക്കും, അവരങ്ങോട്ട് തടങ്ങും കഥ പറച്ചിലും. നമുക്കിതിന്റെ ക്ലൈമാക്സ് അറിയുണ്ടോ? ഇന്ന സ്ഥലത്ത് പോയിട്ട് എന്തുണ്ടായി, അതിലേക്ക് വേണ്ടുന്ന കാര്യം ഇയാൾ പറയാവൂ. 6 മണി ബസ്സിന് പോകണമെന്നാ വിചാരിച്ച് ഇയാള് ബസ്സിന് പോയോ ഓട്ടോറിക്ഷയ്ക്ക് പോയോ ഒന്നും കേൾക്കണക്ക് താല്പര്യമില്ല. എന്നിട്ടോ 6 മണിയുടെ ബസ് കിട്ടിയില്ല. അതിന്റെ കാരണം ആ സമയത്താണ് വീട്ടിൽ ചന്ദ്രശേഖരൻ കയറി വന്നേ. ഇതൊക്കെ ഈ വിഷയത്തിലേക്ക് ആവശ്യമില്ലാത്തതാണ്. ഈ വിഷയത്തിലേക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ശ്രോതാവിനെ കഷ്ടപ്പെടുത്തും. ഒടുവിൽ എന്തുണ്ടോ അറിയോ? ആവശ്യമുള്ള കാര്യം പറയൂല. ക്ലൈമാക്സ് എന്താ? അപകടത്തിൽപ്പെട്ട കുട്ടിയെ നിങ്ങളാണല്ലോ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ആദ്യം പറയണ്ട ആ കുട്ടി ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എന്നല്ലേ അറിയണ്ട്. അയാൾ അങ്ങോട്ട് തടങ്ങും. ആംബുലൻസ് കിട്ടിയില്ല, മറ്റേ വണ്ടി വിളിച്ചു. അല്ല, നമുക്കിങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്. ക്ലൈമാക്സ് പറയൂ. ഹനുമാൻ സീതയെ കാണാൻ പോയി. മഹാനായിരുന്നു ഹനുമാൻ. ജിജ്ഞാസയോടുകൂടി ശ്രീരാമൻ മുതൽക്ക് കാത്തു നിൽക്കുക. പറഞ്ഞ വരി എന്താ അറിയോ? കണ്ടു ഞാൻ സീതയെ. കണ്ടു ആദ്യം. ഞാൻ സീതയെ കണ്ടു എന്നല്ല. അപ്പൊ ഞാൻ സീതയെ കണ്ടു പറയുമ്പോ 2 വാക്ക് വന്നില്ലേ? അപ്പൊ കുറച്ച് ലെങ്ത് കൂടിയില്ലേ? കുറച്ച് ലെങ്ത് കൂടി. കണ്ടു ഞാൻ സീതയെ. ഈ കാരണം കൊണ്ടാണ് ആചാര്യന്മാർ പറഞ്ഞത് കുട്ടികൾ കഥ കേൾക്കാൻ താല്പര്യം ഉണ്ടാവും, അമ്മമാർക്ക് കഥ പറയാൻ അറിയണം. കഥ പറയാൻ അറിയാത്തവർക്ക് അമ്മയാകാൻ യോഗ്യത ഇല്ല. ജോലി സ്ഥലത്ത് വരണു വളരെ ഗൗരവത്തില് അമ്മ അതുവരെ കുട്ടിയെ നോക്കാൻ ആയ
ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ടും അമ്മ ഗൗരവം തന്നെയാണ്. കഥ പറയാൻ അറിയാത്തവര് അച്ഛനാകും ചെയ്യരുത് എന്നൊക്കെ ഉണ്ട്. ഇതിപ്പോ അമ്മ എന്നല്ലേ പറഞ്ഞുള്ളൂ അർത്ഥം. അതൊക്കെ അതില് വന്നു. ജീവിതത്തില് കഥകളുണ്ട്. ബ്രഹ്മം ഏകമാണെന്ന് പറഞ്ഞിരുന്നാലും നാമരൂപങ്ങൾ കൂടാനകൂടി ഉണ്ട് എന്നുള്ളതിനാൽ മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ കഥ ആണ്. ധന്യമീ ജീവിതത്തിൽ കഥയല്ല എന്ന് പറഞ്ഞതും കഥയായി മാറി പോകും. ആ കഥ പറയാൻ അറിയണം. കുട്ടിയിരുത്തി അതിലേക്ക് വേണ്ടുന്ന വരികൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കാൻ അറിയണം. കഥ പറയാൻ അറിയാത്ത അമ്മമാരുടെ മടിയിൽ കുട്ടി അധിക നേരം ഇരിക്കില്ല. കുട്ടിക്ക് കളിക്കാൻ മൊബൈൽ ഫോൺ കൊടുക്കും. ആ ഫോൺ കുട്ടി താഴെ ഇടും. പിന്നെ കുട്ടിക്ക് കളിക്കോപ്പായിട്ട് രണ്ടാമത് കൊടുക്കുന്നത് ടിവിയുടെ റിമോട്ട് കൺട്രോളർ കൊടുക്കും. ആ റിമോട്ട് കൺട്രോളർ അവിടെ ഇവിടെയൊക്കെ ഞെക്കും. ആ റിമോട്ട് കേടുവരുത്തും. അതിന് അതൊക്കെ കൊടുക്കേണ്ടി വരുന്ന എന്താ? ഇരിക്കും മോനെ, അമ്മ ഇന്ന് പുതിയൊരു കഥ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്തു? ആ കഥ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കും. എല്ലാവരും കഥ പറച്ചിലുകാരനാവണമെന്നല്ല, മനസ്സിന് വികാസം ഉണ്ടാകും. ആ മാനസിക വികാസം കുട്ടിയിൽ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം അമ്മമാർക്ക് ഉണ്ട്. കഥ പറയാൻ അറിയാത്തവര് അമ്മയാകാൻ യോഗ്യതയില്ലാത്തവരാണ് എന്ന് പറഞ്ഞതിന്റെ ആന്തരികാർത്ഥം ഇതാണ്. ജീവിതം കഥയാണ്. ആ ജീവിത കഥ വേറൊരാളോട് പറയുമ്പോൾ നമ്മൾ കഥയാണ് പറയുന്നത്. ആ കഥ ആവശ്യമുള്ള വാക്കുകൾ മാത്രം എടുത്ത് വേണ്ടാത്ത ഒഴിവാക്കി ഭംഗിയായിട്ട് പറയാൻ നമുക്ക് കഴിയണം. ധന്യമീ ജീവിതം കേൾക്കുന്ന എല്ലാ അമ്മമാർക്കും കഥ പറയാൻ അറിയുന്നവരാണ് എന്ന് പലരും ഫോൺ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാകാറുണ്ട്. എല്ലാ നന്മകളും ആശംസിക്കുന്നു. നമസ്കാരം.